റീക്യാപ്പ് രസികനിലേക്ക് ഏവർക്കും സ്വാഗതം. പെൻസിൽവാനിയയിൽ 2 പേർ അപ്പലാച്ചിയൻ ട്രെയിലിന്റെ 1000 അടി താഴെയുള്ള ഒരു ഗുഹ പര്യവേക്ഷണം ചെയ്തപ്പോൾ പഴയ പാറയുടെ പാളികൾ തകർത്ത് ഒരു അജ്ഞാത ഗുഹാ സംവിധാനം കണ്ടെത്തുന്നു. പെട്ടെന്ന് അവർ ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുകയും ചിറകുള്ള ഒരു കൂട്ടം ജീവികൾ ഗുഹയിൽ നിന്ന് പറന്നുയരുന്നത് കണ്ടു ഞെട്ടുകയും ചെയ്തു. അവർ ഓടിപ്പോകാൻ ആഗ്രഹിച്ചു, പക്ഷേ ജീവികൾ ഉടൻ അവരെ വളയുകയും കൊല്ലുകയും ചെയ്തു. മോണ്ട്ക്ലെയറിൽ ആലി മറ്റൊരു സ്കൂൾ ദിനം പൂർത്തിയാക്കി ബധിരയാണെന്ന് പറഞ്ഞ് അവളെ പരിഹസിക്കുന്ന നികൃഷ്ടരായ ആൺകുട്ടികളെ അവഗണിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. ഭാഗ്യവശാൽ അവൾക്ക് അവളുടെ ഉറ്റ സുഹൃത്ത് റോബുണ്ട്. അവൾക്ക് ചുണ്ടുകൾ വായിക്കാൻ കഴിയുമെങ്കിലും അവളുമായി ആശയവിനിമയം നടത്താൻ അവൻ ആംഗ്യഭാഷ പഠിച്ചു. അവൻ അവളുടെ കൈകൾ പിടിച്ച് അവളെ വീട്ടിൽ വരെ കൊണ്ടുവിടുന്നു. ആലി വീട്ടിലെത്തുമ്പോൾ അവൾ വൈകിപ്പോയതിനാൽ അവളുടെ അമ്മ കെല്ലി അവളെ ശകാരിച്ചു. മാത്രമല്ല, റോബുമായുള്ള അവളുടെ ബന്ധത്തിന്റെ പേരിൽ അവളെ കളിയാക്കുകയും ചെയ്തു. പെട്ടെന്ന് ഓട്ടിസ് കുരയ്ക്കാൻ തുടങ്ങുന്നു. അവിടെ എന്തോ അപകടകരമായി ഉള്ളതുപോലെ അവന്റെ തലമുടി എഴുന്നേറ്റ് നിൽക്കുന്നത് ആലി ശ്രദ്ധിക്കുന്നു. അന്നു രാത്രി ഒരു കൂട്ടം ഹെലികോപ്റ്ററുകൾ പ്രദേശത്തിന് മുകളിലൂടെ പറക്കുന്നതും അകലെ കുറച്ച് പുക ഉയരുന്നതും ആലി കണ്ടു. തുടർന്ന് അവളുടെ മുത്തശ്ശി ലിൻ പുകവലിക്കുന്നത് അവൾ കണ്ടെത്തുന്നു. എന്നാൽ കെല്ലിയോട് പറയില്ലെന്ന് ആലി വാഗ്ദാനം ചെയ്യുന്നു. അതിനുശേഷം ആലി അവളുടെ മാതാപിതാക്കളുടെ സംസാരം വീക്ഷിക്കുകയും 3 വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിൽ തനിക്ക് കേൾവിയും അച്ഛന്റെ മുത്തശ്ശിമാരും നഷ്ടപ്പെട്ടതായും വെളിപ്പെടുത്തുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് തന്റെ മാതാപിതാക്കൾക്ക് ആണെന്ന് അവൾക്ക് തോന്നി. അവൾ ഉറങ്ങാൻ നേരം ടാബ്ലറ്റിൽ റോബിന്റെ സന്ദേശം പരിശോധിച്ചു. അതിൽ രാത്രി ആകാശത്ത് പറക്കുന്ന ഒരു കൂട്ടം നിഗൂഢ ജീവികളുടെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ പിതാവ് ഹ്യൂഗ് അവിടെ വരികയും റോബിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ആലി പിന്നീട് ഉറങ്ങാൻ തയ്യാറെടുത്തു, പക്ഷേ ഓട്ടിസ് ടെൻഷനിലാണ്. പിന്നീട് അർദ്ധരാത്രിയിൽ കെല്ലി ആലിയെ വിളിച്ചുണർത്തി സ്വീകരണമുറിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കുടുംബവും ഹ്യൂഗിന്റെ ഉറ്റ സുഹൃത്ത് ഗ്ലെനും വാർത്തകൾ കാണുന്നു. യുഎസിലെ പല നഗരങ്ങളും ആക്രമണത്തിനിരയായി. ആദ്യം അവർ പറയുന്നത് ഇത് തീവ്രവാദികളാണെന്നാണ്. എന്നാൽ ഉടൻ തന്നെ തെരുവുകളിൽ വികൃതമാക്കിയ മൃതദേഹങ്ങൾ കാണിക്കുന്ന ഫോൺ വീഡിയോകൾ വൈറലായി. ഒരു വീഡിയോയിൽ ഒരു അമ്മ തന്റെ മകന്റെ വായിൽ ടേപ്പ് ഒട്ടിക്കുന്നതും അവൾ ശബ്ദമുണ്ടാക്കരുത് എന്ന് ഒരു അടയാളം വയ്ക്കുന്നതും കാണിക്കുന്നു. ആ നിമിഷം അവർ ഒരു സ്ഫോടനം കേൾക്കുന്നു. കുടുംബം പുറത്തേക്ക് ഓടി ജെറ്റുകൾ പറക്കുന്നത് കണ്ടു. അവർ തിരികെ അകത്തേക്ക് പോകുമ്പോൾ ചില പുരാതന ജീവികൾ പഴയ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ മനുഷ്യരെ ആക്രമിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന പര്യവേഷണ സംഘത്തിന്റെ പുതിയ വീഡിയോ കാണിക്കുന്നു. പൊടുന്നനെ ടിവി എമർജൻസി ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് മാറി എല്ലാവരോടും വാതിലുകളും ജനലുകളും അടച്ചിരിക്കാനും ബഹളം ഉണ്ടാക്കാതിരിക്കാനും ഉപദേശിച്ചു. ബഹളം കാരണം നഗരങ്ങൾ ഏറ്റവും മോശമായ സ്ഥലമാണെന്ന് ആലി ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ കുടുംബം നഗരം വിടാൻ തീരുമാനിക്കുന്നു. ഗ്ലെനും ജൂഡും ഒരു കാറിൽ പോയി, മറ്റുള്ളവർ ഓട്ടിസിനൊപ്പം 2ാമത്തെ കാറിൽ കയറുന്നു. അവർ ഓടിപ്പോകുമ്പോൾ നഗരം മുഴുവൻ പുക മൂടുന്നത് അവർ ശ്രദ്ധിക്കുന്നു. സബ്വേ ടണലുകളിൽ ട്രെയിൻ നിർത്തി ഒരു കൂട്ടം ആളുകൾ നിശബ്ദത പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കുഞ്ഞു കരയാൻ തുടങ്ങി. യാത്രക്കാർ അവളെ ട്രെയിനിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ച് അമ്മയിൽ നിന്ന് അകറ്റുന്നു. അമ്മ നിരാശയോടെ തന്റെ കുഞ്ഞിനെ തിരികെ പിടിക്കുകയും ട്രെയിൻ വിട്ട് നിശബ്ദമായി ടണലിലൂടെ നടക്കുകയും ചെയ്തു. എന്നിരുന്നാലും കുഞ്ഞ് അബദ്ധവശാൽ അവളുടെ പസിഫെയർ ഉപേക്ഷിക്കുമ്പോൾ അവൾ വീണ്ടും കരയുകയും ജീവികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അവളെ കൊല്ലുന്നത് ട്രെയിൻ യാത്രക്കാർ കണ്ടു. കുടുംബത്തിലേക്ക് മടങ്ങുമ്പോൾ മരണസംഖ്യ വിനാശകരമായ സംഖ്യകളിലെത്തിയതായി അവർ റേഡിയോയിൽ കേട്ടു. ആലി തന്റെ ടാബ്ലറ്റിൽ റോബിനോട് സംസാരിക്കുന്നു. അധികാരികൾ ശുപാർശ ചെയ്തപോലെ വീട്ടിൽ തന്നെ തുടരാൻ തന്റെ കുടുംബം തീരുമാനിച്ചതായി അവൻ വിശദീകരിച്ചു. ഒടുവിൽ കുടുംബം സാധനങ്ങൾക്കായി ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി. പെട്ടെന്ന് അവിടെ ഓട്ടിസ് ഒരു ആയുധധാരിയുടെ നേരെ കുരയ്ക്കാൻ തുടങ്ങി. അവൻ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും കുടുംബത്തോട് അവരുടെ കാർ ആവശ്യപ്പെടുകയും ചെയ്തു. ഹ്യൂഗ് അദ്ദേഹത്തിന് താക്കോൽ നൽകാൻ തയ്യാറായി. എന്നിരുന്നാലും ഗ്ലെൻ അവന്റെ കാലിൽ വെടിവെക്കുകയും ഓട്ടിസ് അവനെ കടിക്കാൻ ചാടുകയും ചെയ്തു. തുടർന്ന് ഗ്ലെൻ അവന്റെ ആയുധം എടുക്കുകയും കുടുംബം അവരുടെ കാറുകളിൽ പോകുകയും ചെയ്തു. പിരിമുറുക്കവും ഭയവും ഒടുവിൽ ജൂഡിനെ വളരെയധികം പേടിപ്പെടുത്തിയതിനാൽ അവൻ മാതാപിതാക്കളോടൊപ്പം സഞ്ചരിക്കാൻ കാറുകൾ മാറി. ആലി തന്റെ ടാബ്ലറ്റിലെ വാർത്തകൾ വായിക്കുന്നത് തുടർന്നു. ഒപ്പം അവ കൂട്ടമായി കൂടുന്നതിനാൽ വാസ്പ് എന്നുള്ള സ്പാനിഷ് പദത്തിന്റെ പേരിൽ അവർ ജീവികൾക്ക് വെസ്പ്സ് എന്ന് പേരിട്ടതായി മനസ്സിലാക്കി. പെട്ടെന്ന് ഒരു ക്രാഷ് ഒഴിവാക്കിക്കൊണ്ട് ഹ്യൂഗ് ബ്രേക്കിൽ ചവിട്ടി. റോഡിൽ നിറയെ ട്രാഫിക് ആണ്. അതിനാൽ അവർ ഓഫ് റോഡിലേക്ക് പോകുകയും ഒരു ഗേറ്റ് കടന്ന് ഒറ്റപ്പെട്ട റോഡിൽ എത്തിച്ചേർന്നു. കുറച്ച് മണിക്കൂർ ഡ്രൈവിംഗിന് ശേഷം ഗ്ലെൻ തന്റെ കാറിൽ നിന്ന് മറ്റുള്ളവരെ വിളിക്കുമ്പോൾ ചില മാനുകൾ വട്ടം ചാടിയതിനാൽ ഗ്ലെൻ വണ്ടി വെട്ടിത്തിരിക്കുകയും കാർ കുന്നിൻ മുകളിൽ നിന്ന് ഉരുണ്ട് തലകീഴായി മറിയുകയും ചെയ്തു. സഹായിക്കാൻ ഹ്യൂഗ് ഓടി, പക്ഷേ അവൻ എത്ര വലിച്ചിട്ടും ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല. സാഹചര്യവുമായി പൊരുത്തപ്പെട്ട ഗ്ലെൻ ഹ്യൂഗിനോട് തന്റെ തോക്കുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവ കൈവശം വെച്ചുകൊണ്ട് തന്നെ കൂട്ടാതെ കുടുംബത്തോട് പോകാൻ അദ്ദേഹം പറഞ്ഞു. ഹ്യൂഗ് മടിച്ചു നിൽക്കുകയും സഹായവുമായി മടങ്ങിവരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കുടുംബം തിരികെ കാറിൽ കയറിയപ്പോൾ ഓട്ടിസ് കുരയ്ക്കാൻ തുടങ്ങി. അവന്റെ തലമുടി എഴുന്നേറ്റു നിൽക്കുന്നത് ആലി ശ്രദ്ധിക്കുകയും ശബ്ദം പാടില്ല എന്ന മുന്നറിയിപ്പ് ഓർമ്മിക്കുകയും ചെയ്തു. അതിനാൽ എഞ്ചിൻ ഓഫ് ചെയ്യാൻ അവൾ അച്ഛനോട് ആവശ്യപ്പെട്ടു. നിർഭാഗ്യവശാൽ അപ്പോൾ ഒരു വെസ്പ് കാറിന്റെ വിൻഡോയിൽ ഇരിക്കുകയും ഓട്ടിസ് അത് കാണുമ്പോൾ കൂടുതൽ മോശമായി കുരയ്ക്കാനും തുടങ്ങി. അത് കൂടുതൽ വെസ്പുകളെ ആകർഷിച്ചു. കുടുംബത്തെ രക്ഷിക്കാൻ ഗ്ലെൻ തന്റെ തോക്കുകളിൽ നിന്നും വെടിയുതിർത്തു. അതിനാൽ വെസ്പുകൾ അവന്റെ കാറിനെ വളയുകയും വേഗത്തിൽ അവനെ കൊല്ലുകയും ചെയ്തു. ഹ്യൂഗിന് മറ്റു മാർഗമില്ലാഞ്ഞതിനാൽ മകളുടെ അപേക്ഷ അവഗണിച്ച് അവൻ ഓട്ടിസിനെ കാറിൽ നിന്ന് പുറത്താക്കി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുടുംബം കാറിൽ തന്നെയുണ്ട്. സ്ഥലം ശാന്തമാണ്, പക്ഷേ ചുറ്റും കുറച്ച് വെസ്പുകൾ ഉണ്ട്. അതിനാൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വീട്ടുകാർ ഭയപ്പെട്ടു. എന്നിരുന്നാലും അവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. അതിനാൽ ഹ്യൂഗ് വളരെ ശ്രദ്ധാപൂർവ്വം അന്വേഷിക്കാൻ കാർ വിട്ടു. ആ നിമിഷം ലിന്നിന് ആസ്ത്മ അറ്റാക്ക് ഉണ്ടാവുകയും ഇൻഹേലർ പിടിക്കാൻ എടുത്ത സമയം കൊണ്ട് ഒരു വെസ്പ് കാറിൻ മുകളിൽ ഇറങ്ങുകയും ചെയ്തു. ഹ്യൂഗ് അവൻ നേരത്തെ ഉപേക്ഷിച്ച ഉപകരണം പതുക്കെ പിടിച്ച് മുന്നോട്ട് എറിഞ്ഞു. അതിനാൽ വെസ്പ് അവനെ ശ്രദ്ധിക്കാതെ അതിന്റെ പിന്നാലെ പോയി.
വെസ്പ് പറന്നുപോയതിനു ശേഷം ഹ്യൂഗ് കാറിലേക്ക് മടങ്ങുകയും ആംഗ്യഭാഷ ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്തു. എല്ലാ ഉപകരണങ്ങളും ഓഫാക്കാനും ആംഗ്യഭാഷ ഉപയോഗിച്ച് മാത്രം സംസാരിക്കാനും കുടുംബം സമ്മതിക്കുന്നു. തുടർന്ന് ഹ്യൂഗ് ലിന്നിനോട് ലൈറ്റർ ആവശ്യപ്പെടുന്നു. അവളുടെ അമ്മ പുകവലിക്കുന്നു എന്ന് അറിഞ്ഞ് കെല്ലി ഞെട്ടി. ഹ്യൂഗ് ഗ്ലെനിന്റെ കാറിനടുത്തേക്ക് പോയി ശരീരത്തോട് വിട പറഞ്ഞ ശേഷം അവന്റെ കാറിന് തീ കൊളുത്തി. ജീവികൾ ഉടൻ തന്നെ കത്തുന്ന വാഹനത്തെ വളയുകയും കാർ പൊട്ടിത്തെറിക്കുമ്പോൾ അവ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ കുടുംബത്തിന് കാൽനടയായി യാത്ര തുടരാം. നീണ്ട നടത്തം ലിന്നിനെ കൂടുതൽ വഷളാക്കി. അതിനാൽ അവൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഇൻഹേലർ ഉപയോഗിക്കുമ്പോഴും ശബ്ദമുണ്ടാക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബം വിശ്രമിക്കാൻ സമ്മതിക്കുന്നു. ഓട്ടിസിന് സംഭവിച്ചതിന് ആലിയോട് ക്ഷമ ചോദിക്കാനുള്ള അവസരം ഹ്യൂഗ് ഉപയോഗിക്കുകയും തനിക്ക് മറ്റു മാർഗം ഇല്ലായിരുന്നു എന്ന് വിശദീകരിക്കുകയും ചെയ്തു. തനിക്ക് ശ്വാസകോശാർബുദം ഉണ്ടെന്ന് കെല്ലി കുട്ടികളോട് പറയണമെന്ന് ലിൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കെല്ലി ദിവസം കൂടുതൽ നിരാശാജനകമാക്കാൻ വിസമ്മതിച്ചു. തന്റെ ബൈനോക്കുലർ ഉപയോഗിച്ച് ജൂഡ് അടുത്തുള്ള ഒരു വീടും അവിടെ കുടുംബനാഥനും കാണുന്നു. അവർ വേലിയിൽ എത്തുമ്പോഴേക്കും രാത്രി വീണു. ഹ്യൂഗ് അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിൽ ഒരു മണി മുഴങ്ങുന്നു. താമസിയാതെ ഒരു വെസ്പ് വേലിയിൽ ഇറങ്ങി. അതേസമയം വീട്ടുടമസ്ഥ പുറത്തുവരികയും നുഴഞ്ഞുകയറ്റക്കാരെ വെടിവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവളുടെ ശബ്ദം ഉടൻ തന്നെ ഒരു കൂട്ടം വെസ്പുകളെ ആകർഷിക്കുകയും അവൾ കിണറ്റിലേക്ക് വീഴുകയും ചെയ്തു. മറ്റൊരു പ്രവേശന കവാടം അന്വേഷിക്കാൻ കുടുംബം തീരുമാനിക്കുകയും സമീപത്ത് ഒരു ഡ്രെയിനേജ് പൈപ്പ് കണ്ടെത്തുകയും ചെയ്തു. ഹ്യൂഗ് ആദ്യം പോയി പൈപ്പിലൂടെ ഇഴയുന്നു. എന്നാൽ അഴുക്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു പാമ്പിനെ ശ്രദ്ധിച്ചിരുന്നില്ല. അയാൾ മറുവശത്ത് എത്തുമ്പോൾ അവൻ വീടിനുള്ളിൽ പ്രവേശിച്ച് അത് ശൂന്യമാണെന്ന് സ്ഥിരീകരിച്ചു. സംഘം പൈപ്പിലൂടെ ഇഴയാൻ തുടങ്ങി. ഈ സമയം പാമ്പ് പുറത്തേക്ക് വന്നു അവരെ നോക്കി. പൈപ്പ് ഒരു എക്കോ ഉണ്ടാക്കുകയും ഒരു വെസ്പ് ഹിസ് ശബ്ദം കേൾക്കുകയും ചെയ്തു. അതിനാൽ പാമ്പിനെ പിടിക്കാൻ അത് പറന്നു. അതേസമയം രണ്ടാമത്തെ വെസ്പ് മറ്റേ അറ്റത്തേക്ക് പോയി കെല്ലിയെ ആക്രമിക്കുകയും അവളുടെ കാലിന് മുറിവേൽപ്പിക്കുകയും ചെയ്തു. അവളുടെ നിലവിളി കേട്ട് വുഡ്ചിപ്പർ ഓണാക്കാൻ ഹ്യൂഗ് ഓടി. അപ്പോൾ എല്ലാ വെസ്പുകളും മെഷീനിലേക്ക് പറക്കുകയും ഉടൻ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷം കുടുംബം കെല്ലിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ലിൻ മുമ്പ് ഒരു നേഴ്സ് ആയിരുന്നതിനാൽ അവർ പ്രതീക്ഷിച്ചതിലും ഗുരുതരമായ മുറിവ് പരിപാലിക്കാൻ അവൾ കെല്ലിയുടെ പാന്റ് മുറിച്ചു. കെല്ലി ഉറങ്ങിയ ശേഷം ലിന്നും ഹ്യൂഗും ഒരു പാനീയം പങ്കിട്ടു. പുറത്ത് മരിച്ച വീട്ടുടമസ്ഥയെ കഴിക്കാൻ വെസ്പുകൾ വീണ്ടും കിണറ്റിലേക്ക് വരുന്നു. മുകൾ നിലയിൽ റോബുമായി സംസാരിക്കാൻ ആലി അവളുടെ ടാബ്ലറ്റ് ഉപയോഗിച്ചു. തന്റെ മാതാപിതാക്കൾ മരിച്ചുവെന്ന് അവൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവനെ ക്യാബിനിലേക്ക് ക്ഷണിക്കാൻ അല്ലി ശ്രമിച്ചു. പക്ഷേ ആ നിമിഷം ബന്ധം വേർപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ പലരും വെസ്പുകളെ മതചിഹ്നമായി കാണുകയും നിരീശ്വരവാദികളെ ചുട്ടുകൊല്ലുകയും ചെയ്യുന്ന വാർത്ത അല്ലി കാണുന്നു. ലിൻ കെല്ലിയുടെ മുറിവ് പരിശോധിക്കുകയും അത് മോശമാകുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു. അതിനാൽ അവൾക്ക് അതിജീവിക്കാൻ ആന്റിബയോട്ടിക്കുകൾ ആവശ്യമാണെന്ന് അവൾ മറ്റുള്ളവരോട് പറഞ്ഞു. ബേസ്മെന്റിൽ നിന്ന് ഒരു അരിവാൾ കിട്ടിയ ശേഷം ഹ്യൂഗ് അല്ലിയോടൊപ്പം പോകാൻ തയ്യാറെടുത്തു. ജൂഡിനൊപ്പം വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മുത്തശ്ശിയെ സംരക്ഷിക്കാൻ ഹ്യൂഗ് അവനോട് പറഞ്ഞു. പിന്നെ വീണ്ടും ബെൽ അടിക്കാതിരിക്കാൻ ഹ്യൂഗും അല്ലിയും മുൻവശത്തെ ഗേറ്റ് അല്പം തുറന്നു. ഹ്യൂഗ് മറ്റ് ശബ്ദങ്ങൾ ഒഴിവാക്കാൻ വാതിൽ നിലത്ത് ഉറപ്പിക്കുകയും ഇരുവരും ഇടുങ്ങിയ വിടവിലൂടെ ശ്രദ്ധാപൂർവ്വം പുറപ്പെടുകയും ചെയ്തു. പ്രദേശത്ത് ധാരാളം വെസ്പുകൾ പറക്കുന്നുണ്ട്. പക്ഷേ ഇരുവരും അവ അവഗണിച്ചു അടുത്തുള്ള പട്ടണത്തിലേക്ക് നടന്നു. വഴിയിൽ മറ്റ് മനുഷ്യർ ചെയ്തതായി സൂചിപ്പിക്കുന്ന മുറിവുകളുള്ള മൃതദേഹങ്ങൾ അവർ കണ്ടെത്തുന്നു. അവർ പട്ടണത്തിൽ എത്തുമ്പോൾ എല്ലായിടത്തും രക്തക്കറകളോടെ അവിടം ശൂന്യമായി കാണപ്പെട്ടു. ദൂരെ നിന്ന് തങ്ങളെ വീക്ഷിക്കുന്ന റവറന്റിനെ അവർ ശ്രദ്ധിക്കുന്നില്ല. ഫാർമസിയുടെ മുൻവശത്തെ വാതിൽ പൂട്ടിയതിനാൽ ഹ്യൂഗും ആലിയും പുറകിലൂടെ പ്രവേശിച്ചു. ഹ്യൂഗ് ആന്റിബയോട്ടിക്കുകൾ എടുക്കുമ്പോൾ ആലി ശരീരങ്ങൾക്കുള്ളിൽ വെസ്പ്സ് മുട്ടയിട്ടതായി കണ്ടെത്തുകയും ചെയ്തു. പെട്ടെന്ന് ഒരു കുഞ്ഞു വെസ്പ് മുട്ട പൊട്ടിച്ച് ആലിയുടെ മുഖത്ത് ദ്രാവകം തെറിപ്പിച്ചപ്പോൾ അവൾ ശബ്ദമുണ്ടാക്കി. 3 വലിയ വെസ്പുകൾ അവളുടെ ശബ്ദം കേട്ട് അലമാരയിൽ ഇറങ്ങി മറ്റൊരു ശബ്ദത്തിനായി കാതോർത്തിരുന്നു. ആലി ചുറ്റും നോക്കുകയും ഒരു ഫെയർ അലാറം കാണുകയും ചെയ്തു. അതിനാൽ ഹ്യൂഗ് ഒരു മോപ്പ് തീ കത്തിച്ച് അലാറം ഓണാക്കാൻ ഉയർത്തി. പ്രതിധ്വനിക്കുന്ന ശബ്ദവും വെള്ളവും വെസ്പുകളെ ആശയക്കുഴപ്പത്തിൽ ആക്കിയതിനാൽ ഹ്യൂഗും ആലിയും ഫാർമസിയിൽ നിന്ന് സുരക്ഷിതമായി ഇറങ്ങി. പട്ടണത്തിന് പുറത്തേക്ക് പോകുന്ന വഴിയിൽ അവർ റവറന്റിനെ കണ്ടെത്തുന്നു. നിശബ്ദമായി ആശയവിനിമയം നടത്താൻ റവറന്റ് തന്റെ നോട്ട്ബുക്കിലെ തന്റെ എഴുത്ത് അവരെ കാണിക്കുന്നു. ദഹഷ്ട് എന്ന് വിളിക്കപ്പെടുന്ന തന്റെ ആട്ടിൻകൂട്ടത്തിൽ ചേരാൻ അവരോട് ആവശ്യപ്പെട്ടു. ആലിയും ഹ്യൂഗും ഓഫർ നിരസിച്ച് മാറിപ്പോയി. അതേസമയം റവറന്റ് അവരെ നോക്കി തന്റെ നാവ് നീക്കം ചെയ്തതായി വെളിപ്പെടുത്തി. താമസിയാതെ ഇരുവരും വീട്ടിലേക്ക് മടങ്ങുകയും മരുന്ന് കെല്ലിയെ സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. ടിവിയിൽ നിന്ന് കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ ഹ്യൂഗ് ശ്രമിച്ചു, പക്ഷേ സിഗ്നൽ കിട്ടുന്നില്ല. അപ്പോൾ തന്റെ ടാബ്ലറ്റിൽ നിന്ന് താൻ അറിഞ്ഞ കാര്യങ്ങൾ ആലി അവനോട് പറഞ്ഞു. കാർഡുകൾ ഉപയോഗിച്ച് സ്വയം രസിപ്പിക്കാൻ ശ്രമിക്കുന്ന ജൂഡിന് വേണ്ടി ഹ്യൂഗ് ഒരു കുന്തം ഉണ്ടാക്കി. അങ്ങനെ അവനും യുദ്ധം ചെയ്യാനാകും. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് നാവ് നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകളുമായി റെവറന്റ് വീടിന് പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹ്യൂഗ് പുറത്തേക്ക് വന്ന് അവരോട് കുടുംബത്തെ തനിച്ചാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ റവറന്റ് അവരോടൊപ്പം ചേരാൻ ആവശ്യപ്പെടുകയും ആലി ഫലഭൂയിഷ്ഠയാണെന്ന് പരാമർശിക്കുകയും ചെയ്തു. രോഷാകുലനായ ഹ്യൂഗ് അവരെ ഭീഷണിപ്പെടുത്താൻ ഒരു ആയുധം കൊണ്ടുവന്നു. എന്നാൽ ആ ശബ്ദം വെസ്പുകളെ ആകർഷിക്കുമെന്നതിനാൽ താൻ വെടിവെക്കില്ലെന്ന് റവറന്റിന് അറിയാം. സംഘം മൗനപ്രാർത്ഥനയ്ക്ക് ശേഷം പിരിഞ്ഞുപോയി. കുറച്ചു സമയത്തിന് ശേഷം ആലിക്ക് റോബിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു. അതിജീവിച്ചവർ ഒരു അഭയകേന്ദ്രം നിർമ്മിച്ച നോർത്തിലോട്ട് ആണ് താൻ പോകുന്നതെന്ന് അവൻ അവളോട് പറഞ്ഞു. നിർഭാഗ്യവശാൽ റോബിന് അവൾക്ക് ഡയറക്ഷൻ നൽകുന്നതിന് മുമ്പ് സിഗ്നൽ വീണ്ടും കട്ടായി. അർദ്ധരാത്രിയിൽ ഹ്യൂഗ് ഒരു ശബ്ദം കേൾക്കുന്നു. വീട്ടുകാർ വാതിൽക്കൽ ഒരു പെൺകുട്ടി കാത്തുനിൽക്കുന്നത് കണ്ടു പുറത്ത് പരിശോധിക്കുന്നു. അവർ അവളെ അകത്തേക്ക് കൊണ്ടുവരികയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ അവളുടെ നാവ് നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തി. പെൺകുട്ടിയെ റവറന്റ് അയച്ചതാണ്. അവൾ ജാക്കറ്റ് തുറക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു കൂട്ടം ഫോണുകൾ അവൾ വെളിപ്പെടുത്തുന്നു.
അതേസമയം ആലി തന്റെ ജനാലയിൽ ഒരു നിഴൽ കാണുകയും ഗ്ലാസിൽ ഒരു ഫോൺ ടേപ്പ് ചെയ്തിരിക്കുന്നത് സൂക്ഷ്മമായി നോക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ആ ഫോണും പെൺകുട്ടിയുടെ ചുറ്റുമുള്ളവയും റിംഗ് ചെയ്യാൻ തുടങ്ങി. വെസ്പുകൾ വീടിന് നേരെ പറക്കാൻ തുടങ്ങുകയും ജനാലകളിൽ ഇരിക്കുകയും ചെയ്തു. ഹ്യൂഗ് പെൺകുട്ടിയിൽ നിന്ന് എല്ലാ ഫോണുകളും എടുത്ത് വെള്ളത്തിൽ വലിച്ചെറിയുകയും ഫലപ്രദമായി നിശബ്ദമാക്കുകയും ചെയ്യുന്നു. ഒരു വെസ്പിന് ആലിയുടെ ജനൽ ഭേദിക്കാൻ കഴിയുന്നു, പക്ഷേ അവൾ മുറിക്ക് പുറത്തേക്ക് ഓടി കൃത്യസമയത്ത് വാതിൽ പൂട്ടി. എല്ലാ ഫോണുകളും റിംഗ് ചെയ്യുന്നത് നിന്നപ്പോൾ വെസ്പ്സ് ഉപേക്ഷിക്കാൻ പോകുന്നതായി തോന്നുന്നു. എന്നിരുന്നാലും ശബ്ദമുണ്ടാക്കുന്ന മറ്റൊരു ഫോൺ മറ്റൊരു വിൻഡോയിൽ കണ്ടെത്തി. വെസ്പ്സ് ഗ്ലാസ് തകർക്കുന്നതിനാൽ സ്ത്രീകൾ ബേസ്മെന്റിൽ ഒളിക്കാൻ ഓടുമ്പോൾ ഹ്യൂഗും ജൂഡും ജനൽ തടയാൻ ശ്രമിക്കുന്നു. അവിടെ അവരെ കാത്ത് റവറന്റിന്റെ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ ആലിയെ പിടിക്കാൻ ചാടി. കെല്ലി ഒരു ചുറ്റിക്കൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവർ അവളെ എളുപ്പത്തിൽ തള്ളിക്കളയുകയും അവളുടെ മകളോടൊപ്പം ചെറിയ പെൺകുട്ടിയുമായി രക്ഷപ്പെടുകയും ചെയ്തു. ലിൻ അവരുടെ പിന്നാലെ പോയി അവരെ നിലത്തേക്ക് തള്ളിയിടുന്നു. അതേസമയം തന്നെ അവരെ വീഴ്ത്താൻ ആലി അവരുടെ കൈകൾ കടിച്ചു. ആലി ഓടിപ്പോകുമ്പോൾ ലിൻ നിലവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം വെസ്പ്സിനെ ആകർഷിച്ചു. അത് അവളെയും മിക്ക തട്ടിക്കൊണ്ടുപോകുന്നവരെയും ഉടനെ കൊല്ലുന്നു. കുടുംബം പുറത്തിറങ്ങി ലിന്നിനായി കരയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പെട്ടെന്ന് ആലിയെ വീണ്ടും പിടികൂടി റവറന്റ് കൂടുതൽ അംഗങ്ങളെ കാണിക്കുന്നു. അവളെ രക്ഷിക്കാൻ നിരാശരായ കെല്ലിയും ഹ്യൂഗും ജൂഡും ഗ്രൂപ്പിന്റെ പിന്നാലെ പോയി അവരെ ആക്രമിച്ചു. ആലി മോചിതയായപ്പോൾ അവളും വഴക്കിൽ ചേരുകയും ഒരു വലിയ പാറ കൊണ്ട് ഒരാളുടെ തലയിൽ ഇടിക്കുകയും ചെയ്തു. ഹ്യൂഗ് റവറന്റിനെ നേരിടുകയും ശ്വാസമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. റവറന്റ് അവനെ കത്തിക്കൊണ്ട് കുത്തി. അപ്പോൾ ഹ്യൂഗ് അവന്റെ തലയിൽ ഇടിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവനെ നിലത്ത് വീഴ്ത്തി. കെല്ലി അവസാനത്തെ പുരുഷനെ കൊന്നതിനു ശേഷം ഭയത്തോടെ ഓടിപ്പോകുന്ന ഒരു സ്ത്രീയെയും കുട്ടിയെയും കണ്ടു. കെല്ലി ഹ്യൂഗിന്റെ മുറിവിൽ നിന്ന് കത്തി നീക്കം ചെയ്തു. അവൻ തന്റെ ആയുധം ഉപയോഗിച്ച് റവറന്റിനെ അടിച്ചു കൊന്നു. അടുത്ത ദിവസം കുടുംബം വടക്കോട്ട് യാത്ര തുടങ്ങി. ഒടുവിൽ അവർ റെഫ്യൂജീസ് അവശേഷിപ്പിച്ച അടയാളങ്ങൾ പിന്തുടർന്ന് അഭയം കണ്ടെത്തുകയും ചെയ്തു. അവിടെ ആലി റോബുമായി വീണ്ടും ഒന്നിക്കുന്നു. അവൻ അമ്പും വില്ലും എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ അവർ തങ്ങളുടെ പുതിയ വീടിന് അടുത്തെത്തുന്ന വെസ്പിനെ ഒരുമിച്ച് വേട്ടയാടുന്നു.